നമസ്കാരം. ഭർത്താവിനും മകനുമൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ യുവതി ലോറി കയറി മരിച്ചു. ചെങ്ങമനാട് തെക്കാനത്ത് മുല്ലയ്ക്കൽ വീട്ടിൽ ഔസേഫ് ബൈജുവിന്റെ ഭാര്യ സിജിയാണ് ദാരുണമായി മരിച്ചത്. 38 വയസ്സായിരുന്നു. ബൈജുവിനും 6 വയസ്സുകാരനായ മകനുമൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ പിന്നിൽ വന്ന ചരക്ക് ലോറി സ്കൂട്ടറിൽ തട്ടുകയും അതേ ലോറി കയറി സിജി തൽക്ഷണം മരിക്കുകയുമായിരുന്നു. ഭർത്താവും മകനും നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൂവരും സിജിയുടെ കുന്നുകര ഐരൂരിലുള്ള വീട്ടിൽ പോയി മടങ്ങുമ്പോൾ അത്താണി പറവൂർ റോഡിൽ ചുങ്കം പെട്രോൾ പമ്പിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 4:25-നായിരുന്നു അപകടം. മുന്നിൽ സഞ്ചരിച്ച കാർ മുന്നറിയിപ്പില്ലാതെ പൊടുന്നനെ റോഡരികിൽ പാർക്ക് ചെയ്തു. അതോടെ സ്കൂട്ടർ വേഗത കുറച്ച് വലത്തോട്ട് തിരിക്കുന്നതിനിടെ വഴിയോരത്തെ അപകടാവസ്ഥയിൽ നിറഞ്ഞ ചരലിൽ കയറി തെന്നി സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഈ സമയം സമാന്തരമായെത്തിയ ചരക്ക് ലോറി തട്ടുകയും സിജി വലത്തോട്ട് വീഴുകയും ചെയ്യുകയായിരുന്നു. ലോറി കയറി ഇറങ്ങിയതോടെ തൽക്ഷണം മരണപ്പെട്ടു. ടയറിൽ കുടുങ്ങി വലിച്ചിഴച്ച സിജിയുടെ ദേഹത്ത് ലോറിയുടെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. ബൈജുവും കുട്ടിയും ഇടതുവശത്തേക്ക് വീണതിനാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നുകര ഐരൂർ പുതുശ്ശേരി പൗലോസിന്റെ മകളാണ് മരിച്ച സിജി. അനറ്റ്, അലോൺസ് എന്നിവരാണ് മക്കൾ. സംസ്കാരം ഇന്ന് ചെങ്ങമനാട് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും.